വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ ജോലികളും അവസാനിപ്പിച്ച് വിശ്രമത്തിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം: നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ സഹായിക്കുന്ന കാര്യങ്ങൾ ദൈവവചനമനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുമുഖത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ആത്മീയ മനുഷ്യനെ വളർത്തുവാനുള്ള വചനാധിഷ്ഠിതമായ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരായിരിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. മറ്റുള്ളവരെ കേൾക്കുവാൻ ഒരു സമയം കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ, അവർക്ക് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ, അവരുടെ കൂടെ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരുടെ കൂടെ ആയിരിക്കുവാനൊക്കെയുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണും. പരസ്നേഹം, അത് നമ്മുടെ ആത്മീയ മനുഷ്യനെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരായിരിക്കുക. നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സംസാരിക്കാൻ തിടുക്കം കൂട്ടും. അവർ സംസാരിക്കുമ്പോൾ ശരിക്കും അവര് പറയുന്ന കാര്യം അതിൻ്റെ നമ്മുടെ ഉള്ളുകൊണ്ട് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവില്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവരോട് തീർത്ത് വെച്ചുകൊണ്ട് അവരുടെ ഭാഗം കേട്ടുകൊണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ഒരു പരിശ്രമം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പറയുകയാണ്, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം. നമ്മൾ കോപിച്ചുകൊണ്ട് ഒന്നും നേടുവാനില്ല. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി യാക്കോബ് ശ്ലീഹായിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുക. 1, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാതിരിക്കുക. കേൾക്കുവാൻ സന്നദ്ധത കാണിക്കുക. കോപിക്കുവാൻ പാടില്ല എന്നുള്ളത്. കോപിക്കുന്നതിൽ മന്ദഗതികാരമായിരിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിന്റെ ഈരടിയോട് ചേർന്ന് ദൈവമേ നിൻ പാ
സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും എന്നോട് ചൂടാകുന്നത്, കോപിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടാറില്ല. എന്തുകൊണ്ട്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ മറ്റുള്ളവർക്ക് നമ്മളത് ചെയ്തു കൊടുത്തുകൂടാം. അപ്പോൾ ഒരു തീരുമാനമെടുക്കാം. ഇനിയുള്ള നാളുകളിൽ കോപിക്കുവാനുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഈശോയുടെ കൃപ യോജിച്ചുകൊണ്ട് കോപിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും പൂർണ്ണമായിട്ടും കോപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ സാവധാനം പരിശീലിച്ച് ആ സ്വഭാവം വേണ്ട എന്ന് വയ്ക്കാം. 2, മറ്റുള്ളവരെ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ കാതുകളെ തയ്യാറാക്കാം. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ഈശോയുടെ ഈ 2 സ്വഭാവം, ഈശോ മറ്റുള്ളവരെ കേൾക്കുവാൻ എപ്പോഴും റെഡിയായിരുന്നു, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ റെഡിയായിരുന്നു, ആരോടും അങ്ങനെ അധികമൊന്നും അങ്ങനെ കോപിച്ചിട്ടില്ല. ഈശോയുടെ 2 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,